ഇന്ന് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെയും പോവാണ്. 7ാം മാസത്തെ സ്കാനിങ് ഉണ്ടായിരുന്നു. നാളെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നൊരു വിളിച്ചിട്ട് പറഞ്ഞു നാളെ ചിലപ്പോഴേ ഡോക്ടർ ഉണ്ടാവുള്ളൂ, ഇന്നൊരു 6 മണിയാകുമ്പോൾ നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒട്ടും താമസിച്ചില്ല, വേഗം റെഡിയായി സ്കാനിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. എത്ര പെട്ടെന്നാണ് എൻ്റെ ഒരു 7ാം മാസമൊക്കെ ആയെന്ന് ആലോചിക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ പ്രഗ്നൻസി ജേണി. കുഞ്ഞ് വയറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഹോസ്പിറ്റലിലെത്തി ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നേരെ താഴേക്ക് പോവാണ്. ഐദൂന് എന്തോ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വാങ്ങി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കാനിങ് എല്ലാം കഴിഞ്ഞു. ഇന്നെന്തായാലും ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറ്റൂലായിരുന്നു, കാരണം ഡോക്ടർ 4:30 മണി വരെ ഉള്ളൂ. എന്തായാലും ഇനി നാളെ വന്ന് ഡോക്ടറെ കാണിക്കണം. സ്കാനിങ് എല്ലാം കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതേ നേരെ വീട്ടിലെത്തിയിട്ട് മുമ്പ് നല്ല അടിപൊളി മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ എന്തോ എനിക്കൊരു ഛർദ്ദിക്കാൻ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അതേ നല്ല അടിപൊളിയായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ മുളകിനൊന്നും തീരെ എരിവില്ലായിരുന്നു കേട്ടോ, നല്ല കിടക്കാച്ച സാധനമായിരുന്നു. അങ്ങനെ രാത്രിക്കൊക്കെ വന്നപ്പോൾ ചോറുണ്ടായിരുന്നു, മണിപ്പുട്ടുണ്ടായിരുന്നു, മീൻകറിയും മീൻ വറുത്തതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു കേട്ടോ. ഉമ്മച്ചി മീൻകറി സ്പെഷ്യലിസ്റ്റാണ്. ഉമ്മയുടെ മീൻകറി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചോറും മീൻകറിയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.